കൂട്ടാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പായി തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യേണ്ടതാണ്. എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ അത് നിങ്ങൾക്ക് സഹായകമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇതായിരിക്കും ലിങ്ക്. ആ ലിങ്ക് നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ച് 64 ബിറ്റ് ആണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 32 ബിറ്റ് ആണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 64 ബിറ്റ് ഉള്ളവർ ഓൾട്ടർനേറ്റീവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് കിട്ടുകയുള്ളൂ. റാർ ഫയലിൽ ഞെക്കിയാൽ അത് ഓപ്പൺ ആവുന്നില്ല. അതിനുശേഷം ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഫോൾഡർ. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം SData ടൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. SData ടൂൾ. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ പെൻ ഡ്രൈവോ അതോ മെമ്മറി കാർഡോ പ്ലഗ് ചെയ്യുക. ഞാൻ എൻ്റെ പെൻ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. പ്ലഗ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു. മൈ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. മൈ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ശേഷം നിങ്ങളുടെ പെൻ ഡ്രൈവിൻ്റെ ഡയലോഗ് ബോക്സ് ഇവിടെ കിടക്കുന്നത് കാണാം. അത് ഏത് ലെറ്ററിലാണ് സേവ് ചെയ്തിരിക്കുന്നത് നോക്കാം. D എന്ന ലെറ്ററിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യുന്നത് NTFSലായിരിക്കണം. മാക്സിമം സ്പീഡ്, പെൻ ഡ്രൈവിൻ്റെ മാക്സിമം സ്പീഡ് നമുക്ക് കിട്ടാനായിട്ട് NTFSൽ തന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഫോർമാറ്റ് എപ്പോഴും ഡയലോഗ് ബോക്സ് ടിക്ക് ചെയ്യേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്യുക. ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റ് ആയത് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അടിക്കുക. ക്ലോസ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്ത് ശേഷമായിരിക്കണം നിങ്ങൾ അത് കൂട്ടാൻ, മെമ്മറി കൂട്ടാൻ വേണ്ടിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഈ പെൻ ഡ്രൈവ് 2 GB ആണ്. 2 GB. ഇവിടെ നിങ്ങൾക്ക് അറിയാം 1.85 GB മീൻസ് 2 GB. 2 GB ആണ്. നമ്മളത് 16 GB കൺവേർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ നിങ്ങളുടെ പെൻ ഡ്രൈവ് ഏത് ലെറ്റർ ആണ് നോക്കുക. D ആണ്. അത് നിങ്ങൾ നിങ്ങളുടെ SData ടൂളിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും ഓവർ ടു 4 GB. 4 GB ആദ്യം ആകാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർഷൻ ആണ്. 2 GB 4 GB ആക്കും. 4 GB 8 GB ആക്കും. 8 GB 16 GB ആക്കും. നമ്മൾ മാക്സിമം വരെ 16 GB വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 GB ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആദ്യം 4 GB ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്രസ് നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ പെൻ ഡ്രൈവ് ഊരുകയോ അതോ കൈകൊണ്ട് ഒന്ന് മുട്ടുകയോ ഒന്നും ചെയ്യരുത്. കൈകൊണ്ട് മുട്ടിയാൽ ചിലപ്പോൾ ഇത് ഇജക്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പെൻ ഡ്രൈവ് എന്നേക്കുമായി കേടാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ നിങ്ങൾക്കത് ശരിക്കും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഞാൻ ശരിക്കും അത് SData ടൂൾ വെച്ച് എനിക്ക്
ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. പ്രത്യേക തരം ഫോർമാറ്റിംഗ് മെത്തേഡാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു കംപ്രസിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് വെയിറ്റ് ഫോർ ഫിനിഷ് നോട്ട് ക്ലോസ് ദി ആപ്ലിക്കേഷൻ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക, അതോ ദിസ് ക്യാൻ ഡാമേജ് യുവർ ഡിവൈസ്. അത് ഡാമേജ് ചെയ്യും, നിങ്ങളുടെ പെൻഡ്രൈവ് അത് ഡാമേജ് ചെയ്യുന്നതാണ്. അത് ഊരുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പൊ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാസ് ബീൻ കംപ്ലീറ്റഡ് വിത്ത് സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ചെയ്യുക. അപ്പം നമ്മൾ 4GB കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്കിപ്പോൾ നോക്കാം 4GB ആയോ എന്ന്. നമ്മുടെ പെൻഡ്രൈവ് എടുക്കാം. പെൻഡ്രൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും 9.99 GB. സോറി 3.99 GB. 3.99 GB ആയെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം 3.99 GB ആയെന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്ത് 16 GB ആക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.